കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവളാണ് എന്റെ പുറകിലുള്ള മെയിൻ കക്ഷി ആദ്യം തൊട്ടേ എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് അവര് ഇന്റർവ്യൂ കൊടുത്തേക്കണ ഒരു രീതി അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറയണമായിരുന്നു. ഇത് ഒരു ചാനലിന് മാത്രമല്ലേ കൊടുക്കണത്. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അതിന് പറയാറുന്നതിന് കുറച്ചുകൂടി നമുക്ക് ജെന്യൂനിറ്റി ആയിട്ട് നമുക്ക് തോന്നിയേനെ. അപ്പൊ പത്രക്കാർക്ക് ഇത് ജെന്യൂനില്ലെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്ന ജോയി ഇവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാലുച്ചേട്ടനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയില്ല. എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം കിടത്തിയിട്ട് ഇടിക്കണയാണ്. കാരണം രണ്ട് സൈഡിൽ നിന്ന് മാറി നിന്ന് ഇടിക്കണം. സ്കോർപ്പിയോയിൽ വന്ന ആൾ സ്കോർപ്പിയോയുടെ നടുവ് ഡോർ ഉറന്നിട്ട് ലിവർ എടുത്തിട്ട് ഈ വണ്ടിയുടെ ബാക്ക് ചില്ല അടിച്ചു പൊട്ടിച്ചു. എന്തെങ്കിലും ഒരു മൃതപ്രായ അവസ്ഥയിലേക്ക് ആക്കിയിടണം എന്ന് ധരിച്ചിട്ടുണ്ടാവണം. മരിച്ചത് അവരുടെ ഭർത്താവും മകളുമാണ്. അപ്പോൾ അവരല്ലേ ഇതിനു വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്.